ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് പാർട്ട് 2-ലെ 5th ലെസൻ്റെ പേര് മിഠായി വാല. എഴുതിയിരിക്കുന്നത് ഭഗവതി പ്രസാദ് വാജ്പേയി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിലോട്ട് കിടക്കാം. മിഠായി വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഠായി വിൽക്കുന്ന ആൾ, മിഠായിക്കാരൻ, മിഠായി വിൽക്കുന്ന ആൾ, സ്വീറ്റ്സ് വിൽക്കുന്ന ആൾ, മിഠായി വാല. അപ്പോൾ ഇത് ഒരു കളിപ്പാട്ടം വിൽക്കുന്ന ആൾ. കളിപ്പാട്ടമാണ് അയാളുടെ കയ്യിലുള്ളത്. കുട്ടികളെല്ലാം ചുറ്റും നിൽക്കുന്നു. അപ്പോൾ ഈ മിഠായി വാല തന്നെയാണ് ഈ സ്വീറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മിഠായി വിൽക്കുന്ന ആൾ തന്നെയാണ് പല സാധനങ്ങളായിട്ട് പല പ്രാവശ്യം പല കാലങ്ങളിൽ വരുന്നത്. പല കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കളിപ്പാട്ടങ്ങളായിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൂട്ട് വിൽക്കുന്ന ആളായിട്ട് വരും, മുരളി വിൽക്കുന്ന ആളായിട്ട് വരും, പി വിൽക്കുന്ന ആളായിട്ട് വരും, പിന്നെ മിഠായി വിൽക്കുന്ന ആളായിട്ട് വരും. അപ്പോൾ അങ്ങനെ പല ഓരോ കാലത്ത് ഓരോ ചേഞ്ച് ചെയ്ത് മാറി മാറി സാധനങ്ങൾ കൊണ്ടുവരും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു കൗതുകം വേണം, പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കണം. എല്ലാ പ്രാവശ്യവും ഒന്ന് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും വരില്ല. പല സ്ഥലങ്ങളിലും പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ വരും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാറി മാറി പല സാധനങ്ങളും കൊണ്ടുവന്നിരിക്കുന്ന ഒരാളാണിത്. അപ്പോൾ ഇപ്പോൾ ഇയാളുടെ കയ്യിലുള്ളത് പിള്ളേരുടെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്ന ആളെ ഖിലോനെ വാല എന്നാണ് പറയുക. ഖിലോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടം. കൊണ്ടുവരുന്ന ആളെ ഖിലോനെ വാല. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു കളിപ്പാട്ടക്കാരനാണ്, കളിപ്പാട്ടം കൊണ്ടുവരുന്ന ആളാണ്, ഖിലോനെ വാല. അപ്പോൾ നോക്കാം നമുക്ക് ഈ കഥ എന്താ പറയുന്നുള്ളത്. കഥയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ बहुत ही मीठे स्वरों के साथ वह गलियों में घूमता हुआ कहता, बच्चों को बहलाने वाला खिलौने वाला, बच्चों को बहलाने वाला खिलौने वाला. അപ്പോൾ बहुत ही मीठे स्वरों के साथ എന്ന് പറഞ്ഞാൽ വളരെ മധുരമുള്ള സ്വരത്തോടെ, മധുരമുള്ള ശബ്ദത്തോടെ അയാൾ ഗലിയോമേ ഘൂംതാ ഹുവ കെഹത്ത. ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളുടെ ഇടയിൽ കൂടെയുള്ള ചെറിയ വഴികളെയാണ് പറയണത് ഗലി എന്ന് പറയുന്നത്. അപ്പോൾ ഗലിയോമേ ഘൂംതാ ഹുവ കെഹത്ത, ആ വഴികളിലൂടെ നടന്നുകൊണ്ട് അയാൾ പറയുന്നത് ബച്ചോക്കോ ബഹലാനെ വാല ഖിലോനെ വാല, കുട്ടികളെ പ്രസന്നരാക്കുന്ന, ബഹലാനെ വാല എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുന്ന, അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഖിലോനെ വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്ന ആൾ. ഞാൻ വന്നിട്ടുണ്ട്, ബച്ചോക്കോ ബഹലാനെ വാല ഖിലോനെ വാല, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഐസ് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ പല സാധനങ്ങളും, കുട്ടികൾക്ക് ഉള്ള പല സാധനങ്ങളും കൊണ്ടുവരും. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഹോൺ അടിച്ചുകൊണ്ടോ ബെല്ലടിച്ചുകൊണ്ടോ ഈ പഞ്ഞിമിഠായിക്കാർ വരും. അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടുവരും. അവരും പിള്ളേരെ ആകർഷിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരും. ഇയാൾ ഒരു പാട്ട് പാടി വരുന്നത് ബച്ചോക്കോ ബഹലാനെ വാല ഖിലോനെ വാല. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ പിള്ളേർ എല്ലാവരും അയാളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് തടിച്ചു കൂടും. അപ്പോൾ इस अधूरे वाक्य को वह ऐसे विचित्र किंतु मादक मधुर ढंग से गाकर कहता कि सुनने वाला एक बार अस्थिर हो उठते. इस അധൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ്. ഇതൊരു വലിയ വാക്കൊന്നുമല്ല, ചെറിയ രണ്ട് വാക്കുകൾ, 2-3 വാക്കുകൾ അതിലുള്ളൂ, 3-4 വാക്കുകൾ അത്രയേ ഉള്ളൂ. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള പോലും അല്ലാത്തൊരു വാക്യം. ഈ അധൂരെ ഇൻകംപ്ലീറ്റ് ആയ വാക്യത്തിന് ऐसे വിചിത്രമായ രീതിയിൽ, കിന്തു പക്ഷേ മാദക് മധുർ ഢങ് സേ, മധുർ എന്ന് പറഞ്ഞാൽ മാദക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലയിപ്പിക്കുന്ന അല്ലെങ്കിൽ
മോഹാലസ്യപ്പെടുത്തുന്ന, അങ്ങനെ ഭയങ്കരമായിട്ട് മാദക് മധുർ. മധുർ എന്ന് പറഞ്ഞാൽ മീഠ. മീഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള തരത്തിൽ, ഢങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരത്തിൽ. അപ്പോൾ ऐसे വിചിത്ര കിന്തു മാധക് മധുർ ഢങ് സെ ഗാക്കർ, ഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കൊണ്ട്, ഗാക്കർ കേത്താക്കി, അതുകൊണ്ട് അങ്ങനെ പാടിക്കൊണ്ട് പറയുമ്പോൾ സുന്നേവാല, സുന്നേവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾ, സുന്നേവാല ഏക് ബാർ അസ്ഥിർ ഹോ ഉഠ്തേ. അസ്ഥിർ ഹോ ഉഠ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഒരു എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അയാൾക്കും ഒരു എന്താണെന്നറിയാനുള്ളത്, അല്ലെങ്കിൽ അത് കാണാനുള്ള, അത് വാങ്ങിക്കാനുള്ള മോഹം വരും എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസ്ഥിർ എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും അവിടെ എന്താണ് ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരിക്കലും വിടില്ല. അയാളും ഇതെന്താണെന്ന് നോക്കാനും വാങ്ങിക്കാനും അയാളുടെ ഉള്ളിലും കേൾക്കുന്ന ആരുടെ ഉള്ളിലും ആ പ്രേരണ ഉണ്ടാവും എന്നാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ അധൂരെ വാക്യക്കോ ऐसे विचित्र किंतु मादक मधुर ढंग से गाकर कहता कि सुनने वाले एक बार अस्थिर हो उठते उसके स्नेहाभिषिक्त कंठ से, कंठ എന്ന് പറഞ്ഞാൽ ത്രോട്ട്, ഗല. അപ്പോൾ അവൻ്റെ ഈ സ്നേഹം നിറഞ്ഞ വാക്കുകൾ വരുന്ന ആ ഗലയിൽ നിന്ന് അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് സേ ഫൂട്ടാ ഹുവാ ഗാന സുൻകർ നിക്കട്ട് കെ മക്കാനോ മേ ഹൽചൽ മച്ച് ജാത്തി ഹെ. അപ്പോൾ അടുത്തുള്ള മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ, അടുത്തുള്ള വീടുകളിലെല്ലാം ഇയാളുടെ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ മധുരമായ ഗീതം കേട്ടിട്ട്, ഈ പാട്ട് കേട്ടിട്ട് എല്ലാവരുടെയും ഹൽച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും റെസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഒരു ജിജ്ഞാസ, എല്ലാവരും വേഗം ഓടി ഇയാളുടെ അടുത്തേക്ക് വരും. അതാണ് ഈ ലേഖകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിക്കട്ട് കെ മക്കാനോമേ ഹൽച്ചൽ. നിക്കട്ട് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള, മക്കാൻ എന്ന് പറഞ്ഞ വീടുകളിൽ എല്ലാവരുടെയും ഹൽച്ചലാവും, അവരെല്ലാവരും ആക്റ്റീവാകും, അവരെല്ലാവരും ഇയാളുടെ അടുത്ത് വരാനും കാണാനും നോക്കാനും ഒക്കെ പ്രേരണ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഓക്കെ. छोटे छोटे बच्चों को अपनी गोद में लिए युवतियाँ, छोटे छोटे बच्चों को എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളെ अपने गोद में लिए युवतियाँ, അപ്പിനി ഗോതമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മടിയിലെടുത്തുകൊണ്ട്, ചെറിയ ചെറിയ കുട്ടികളെ മടിയിലെടുത്തുകൊണ്ട്, യുവതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അമ്മമാരെ, ചീക്കോക്കോ ഉഠാക്കർ, അവർ കുട്ടികളെല്ലാം എടുത്തുകൊണ്ട് ഛജ്ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫിൽ, ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് നീച്ചെ ജാഗ്നയിലെത്തി, അവിടെ നിന്ന് താഴത്തോട്ട് നോക്കും, ഇതാരാ വന്നിരിക്കുന്നത്, എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. अब गलियों और उनके अंतर्व्यापी छोटे छोटे बागों में खेलते और इटलाते हुए बच्चों के झुंड उसे घेर लेता. അപ്പോൾ ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വഴികൾ, ഓർ ഉനക്ക് അന്തർവ്യാപി, അതിൻ്റെ ഉള്ളിലുള്ള ആ ഏരിയൻ്റെ ഉള്ളിലുള്ള ചോട്ടെ ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ ഗാർഡൻ, അവിടെയെല്ലാം ഖേൽത്തേ ഇട്ലാത്തേ, കളിച്ച് രസിച്ച് നടക്കുന്ന കുട്ടികൾ, ബച്ചെന്ന് പറഞ്ഞാൽ കുട്ടികൾ, കെ ഝുണ്ട്, ഒന്നുമല്ല അവിടെ കെ എന്നാ പറയുക, ആ കുട്ടികളുടെ ഝുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പ് ഉസെ ഘേർ ലേത്ത എന്ന് പറഞ്ഞാൽ ഈ ഖിലോനെ വാല, ഈ കളിപ്പാട്ടം കൊണ്ടുവന്ന ആളെ അയാളുടെ ചുറ്റും കൂടും. ഘേർ ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കൂടുക എന്നാണ് അർത്ഥം. ഘേർ ലേത്തെ ഓർ തബ് വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കളിപ്പാട്ടക്കാരൻ ഖിലോന വഹി ബൈഠ്കർ ഖിലോനെ കി പേട്ടി ഖോൽ ദേത്ത. അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് അയാൾ, ആ പിള്ളേർ അവിടെ വന്നിട്ടുണ്ട്, ചുറ്റും കൂടിയിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് അയാളുടെ പെട്ടി തുറന്ന്, ആ കളിപ്പാട്ടങ്ങളുടെ പെട്ടി തുറന്ന് കളിപ്പാട്ടങ്ങൾ പുറത്തെടുക്കുന്നതാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ബച്ചേ ഖിലോനെ ദേക്കർ ആനന്ദിത് ഹോട്ടെ. അപ്പോൾ കുട്ടികൾ ആ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ആനന്ദം, ഭയങ്കര സന്തോഷം തോന്നും. വേ പേസെ ലാക്കർ ഖിലോനെ കാ മോൽ ഭാവ് കർണേ ലഗ്തേ. മോൽ ഭാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പേശ. പിള്ളേർ ആ പൈസ കൊണ്ടുവന്നിട്ട് അവർ വില പേശുന്നു തുടങ്ങും അയാളുമായിട്ട്.
പൂസ്തേ ചോദിക്കും, ഇച്ക ദാം ക്യാ ഹെ, ഇച്ക ഇച്ക എന്നാണ് പറയുന്നത്. പിള്ളേർ പറയുമ്പോൾ ആ പിള്ളേർ പറയുന്ന പോലെ ഇവിടെ എഴുതി, ഇച്ക ദാം ക്യാ ഹെ, ഓൾ ഇച്ക, ഓൾ ഇച്ക. ഓൾ എന്നല്ല പറയുന്നത്, ഓർ എന്നാണ്. പിന്നെ 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 ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ പലതിൻ്റെയും വില ചോദിക്കുകയാണ്. ഇച്ക ദാം ക്യാ ഹെ, ഓൾ ഇച്ക, ഓൾ ഇച്ക. പിള്ളേർ പറയും പോലെ എഴുതിയിരിക്കുകയാണ് അതിൽ. खिलौने वाला बच्चों को देखता है और उसकी नन्ही नन्ही പറഞ്ഞാൽ ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള നന്നി ഉംഗലിയോസെ, നന്നി ഉംഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അവരുടെ വിരലുകളിൽ നിന്ന് സെ പൈസ ലേത്ത, അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. ഓർ ബച്ചോക്ക് ഇച്ഛാനുസാർ ഉനെ ഖിലോനെ ദേ ദേത്ത. അപ്പോൾ പിള്ളേരുടെ ഇച്ഛാനുസാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിഷ്ടപ്പെട്ട എന്താണ് കളിപ്പാട്ടം കൊടുക്കും, അവരിൽ നിന്ന് പൈസ വാങ്ങും. ഖിലോനെ ലേക്കർ ഫിർ ബच्चे उछलने कूदने लगते और तब फिर खिलौने वाला उसी प्रकार गीत गाकर कहता, बच्चों को बहलाने वाला खिलौने वाला. അപ്പോൾ പിള്ളേർ ഈ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് ഉച്ചലിനെ കൂതിനെ ചാടി കളിച്ച് എന്താ അവർ സന്തോഷം കൊണ്ട് ചാടി കളിക്കുന്നു. ഓർ തബ് ഫിർ, അത് കഴിയുമ്പോൾ പിന്നെ ഖിലോനെ വാല, ആ കളിപ്പാട്ടക്കാരൻ അതുപോലെ തന്നെ പിന്നെയും പാടാൻ തുടങ്ങും. പാടിക്കൊണ്ട് പറയും, ബച്ചോ കോ ബഹലാനെ വാല ഖിലോനെ വാല. സാഗർ കി ഹിലോർ കി ഭാതി. സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ തിരമാലകളെ പോലെ, ഭാന്തി എന്ന് പറഞ്ഞ പോലെ, ഉസ്ക യേഹ് മാദക് ഗാൻ, അയാളുടെ ഈ എന്താണ് രസിപ്പിക്കുന്ന ഈ ഗാനം, ലയിപ്പിക്കുന്ന ഈ ഗാനം ഗലി ഭർ കെ മക്കാനോ മേ ഇസ് ഓർ സെ ഉസ് ഓർ തക്. ആ ഗലികളിൽ, ആ ചെറിയ വഴികളിലെ രണ്ട് സൈഡിലുള്ള കെട്ടിടങ്ങളുടെ, വീടുകളുടെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് തിരമാലകൾ പോലെ അലയടിക്കും എന്ന് പറയുന്നു. ഓക്കെ, ഗലി ഭർക്കെ മക്കാനോമേ ഇസ് ഓർ സെ ഉസ് ഓർ തക്, ഇവിടുന്ന് അവിടേക്ക് ലഹരാത്ത ഹുവ പൗസ്ത. ലഹരാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പറന്ന് അല്ലെങ്കിൽ ഓളം പൊട്ടി, ഓളങ്ങൾ പോലെ. ഓർ ഖിലോനെ വാല ആകെ പട് ജാത്ത. അപ്പോൾ ഇയാളുടെ സ്വരം അവിടെ ഇങ്ങനെ അലയടിച്ച് കേൾക്കും. അങ്ങനെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അയാൾ ആകെ പെടുത്താൻ പറഞ്ഞാൽ മുമ്പിലോട്ട് പിന്നെയും പോകും. പിന്നെ അയാൾ അയാളുടെ കളിപ്പാട്ടങ്ങൾ വിൽക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് പോകും. രാജ് വിജയ് ബഹാദൂർ ഒരാളാണ്, അയാളുടെ പേരാണത്. രാജ് വിജയ് ബഹാദൂർ കെ ബच्चे भी एक दिन खिलौने लेकर घर आए. ഒരു ദിവസം അവരും ഈ കളിപ്പാട്ടം വാങ്ങിച്ച് വീട്ടിൽ വന്നു. വേ ദോ ബच्चे थे, രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പേരെന്താണ്? ചുന്നു ഓർ മുന്നു. ചുന്നു മുന്നു എന്നാണ് പേര്. ചുന്നു ജബ് ഖിലോനെ ലേ ആയ തോ ബോല. ചുന്നു പറഞ്ഞു, കളിപ്പാട്ടം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മേല ഖോല കേച്ച ചുന്തലിയെ, മേരാ ഖോല കേച്ച ചുന്തലേ. അതിന് ഉദ്ദേശിച്ചത് മേര, എൻ്റെ, ഖോല എന്ന് പറയുന്നത് ഇവിടെ ഘോഡ, കുതിരേൻ്റെ ഇതാണ് കളിപ്പാട്ടാണ് വാങ്ങിയിട്ട് വന്നത്. കുതിര, ഘോഡ, കേച്ച, ചുന്തൽ എന്ന് പറഞ്ഞാൽ സുന്ദർ. എൻ്റെ കുതിര എത്ര സുന്ദരമായിരിക്കുന്നു, എന്ത് ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ കുതിര എന്നാണ് ചുന്നു പറയുന്നത്. ഓക്കെ, മുന്നു പോലെ. അപ്പം മുന്നു പറയാണ്, ഓൾ ദേഖോ മേല കേച്ച ചുന്തലേ, ഓൾ ദേഖോ മേല കേച്ച ചുന്തലേ. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞാൽ ഓർ മേര ദേഖോ, എൻ്റെ ഈ കളിപ്പാട്ടം നോക്കൂ. മേര കേച്ച എന്ന് പറഞ്ഞാൽ കേച്ച ചുന്തൽ എ, എൻ്റെ എത്ര സുന്ദരമാണ്, എൻ്റെ കളിപ്പാട്ടം എത്ര സുന്ദരമാണെന്ന് ഈ മുന്നും പറയുന്നു. ദോനോ അപ്നെ ഹാത്തി ഘോടെ, ഒരാളുടെ അടുത്ത് ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ്, ആനയും, വേറെ ആളുടെ അടുത്ത് എന്താണ്? ഘോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര. ഇങ്ങനെ രണ്ട് കളിപ്പാട്ടമാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പനെ ഹാത്തി ഘോഡെ ലേക്കർ ഉച്ചലിനെ ലഗ്തെ,
അവർ തുള്ളിച്ചാടുകയാണ്. ഇൻ ബച്ചോ കി മാ രോഹിണി, ഈ കുട്ടികളുടെ അമ്മയാണ് രോഹിണി. രോഹിണി കുച്ച് ദേർ തക് ഖടേ ഖടേ ഇൻകാ ഖേൽ നിഖർത്തി രഹി. അപ്പോൾ ഇവരുടെ കളി നോക്കിക്കൊണ്ട് നിന്നു. ആര്? രോഹിണിയാണ് ഇവരുടെ അമ്മ. അന്തുമേ ദോനോ ബച്ചോ കോ ബുലാക്കർ ഉസ്നെ പൂച്ച. അപ്പോൾ രണ്ട് കുട്ടികളെയും വിളിച്ചിട്ട് അമ്മ ചോദിച്ചു, അരേ ഓ ചുന്നു മുന്നു ഏ ഖിലോനെ തുമ്നെ കിത്തനെ മേ ലിയേ ഹേ. അപ്പോൾ അരേ ചുന്നു മുന്നു നിങ്ങൾ പറ, ഈ ഖിലോനെ, ഈ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, എത്ര പൈസയ്ക്കാണ്? കിത്തനെ മേ ലിയേ, എത്ര പൈസയ്ക്ക് വാങ്ങിച്ചു? അപ്പോൾ മുന്നു പറഞ്ഞു, ദോ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈസയ്ക്ക്, 2 പൈസ, 2 പൈസ മേ ലിയ. ഖിലോനെ വാല ദേ ഗയായേ. ഖിലോനെ വാല കളിപ്പാട്ടക്കാരൻ ഞങ്ങൾക്ക് 2 പൈസയ്ക്ക് തന്നിട്ട് പോയിന്നാണ് മുന്നു പറയുന്നത്. രോഹിണി സോച്ചനെ ലഗി. അപ്പോൾ രോഹിണി അമ്മ ആലോചിക്കാൻ തുടങ്ങി, ഇത്തിനെ സസ്തേ കേസെ ദേ ഗയാ ഹേ. ഇത്ര സസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിൽ, ഇത്ര ചീപ്പായിട്ട് എങ്ങനെ ഇയാൾ ഈ കളിപ്പാട്ടം കൊടുത്തിട്ട് പോയി 2 പൈസയ്ക്ക്? കേസെ ദേ ഗയാ ഹേ, എങ്ങനെ കൊടുത്തിട്ട് പോയി? ഏതോ വഹി ജാനെ, അത് അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ. വഹി ജാനെ എന്ന് പറഞ്ഞാൽ, വഹി എന്ന് പറയുന്നത് അയാൾ, ആ കളിപ്പാട്ടക്കാരൻ, അയാൾക്ക് അറിയാവുള്ളൂ. ജാനെ എന്ന് പറഞ്ഞാൽ അറിയാവുള്ളൂ, അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. ലേക്കിൻ ദേ തോ ഗയാ ഹി ഹേ, എന്തായാലും കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതിനകത്തോ ഇതെന്തായാലും നിശ്ചയമാണ്, അവർ കൊടുത്തിട്ട് പോയി. എങ്ങനെ കൊടുത്തു എന്നുള്ളത് അയാൾക്കേ അറിയുള്ളൂ. ഏക് ജറാസി ബാത്ത് ഠഹരി. ഇത്രയൊരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. രോഹിണി അപ്പനെ കാമ്മേ ലഗ് ഗയി. രോഹിണി അത് കഴിഞ്ഞപ്പോൾ സ്വന്തം കാര്യം ചെയ്യാൻ തുടങ്ങി, ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഫിർ കബി ഉസ്നെ ഇസ് പർ വിചാർ കർനെ കി ജറൂറത്ത് ഭി ഭല ക്യോ പടുത്തി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമില്ല, അല്ലെങ്കിൽ അതിൻ്റെ അക്കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ട് രോഹിണി അമ്മ, ഈ കുട്ടികളുടെ അമ്മ, അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണതിൽ ഒരു പൈസയും നിങ്ങളുടെ പോവില്ല. ആ ചുവന്ന ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബെല്ല് പോലെ ഒരു ബട്ടണും കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് അമർത്തിക്കോ. അപ്പോൾ വീഡിയോ ഉള്ളതെല്ലാം നിങ്ങൾക്ക് എത്തും. ഞാൻ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടത് വീഡിയോ ഒക്കെ എടുത്ത് അത്ര നല്ല രസമല്ലെങ്കിലും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തോ. അപ്പോൾ ഞാൻ കുറച്ച് കാലം നോക്കും സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ടോ, നമുക്ക് വല്ല കാര്യമുണ്ടോ നോക്കും. അതൊന്നും കാര്യമില്ല, ഇവനെ ഞാൻ ഈ പരിപാടി നിർത്തും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.